ഈ നല്ല പ്രഭാതം കഴിഞ്ഞ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ശേഷാൽ പ്രിയമുള്ളവരെ, സാറ് ബിജു തൻ്റെ ഫാമിലി പുതുതായി പണി കഴിപ്പിച്ച വീടിൻ്റെ സമർപ്പണത്തോട് ബന്ധത്തിലാണ് നമുക്ക് ഇവിടെ എത്തുവാൻ തക്കവണ്ണം ഇടയായത്. അവിടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ ബന്ധുമിത്രാദികൾക്കും ഈ ബിൽഡിങ്ങിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ സഹകരിച്ചു പോന്നിരുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഈ തരുണത്തിൽ ഞാൻ സ്വാഗതം അരുളുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ വീട്ടിലേക്ക് പ്രവേശിപ്പാൻ നോക്കാമെന്ന് നമ്മൾ ഒരുങ്ങുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രസാദം ഈ സംരംഭത്തിൻ്റെ മേൽ പകരപ്പെടുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ശേഷാൽ ഇങ്ങനെ മനോഹരമായ നിലയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇങ്ങനെ മനോഹരമായൊരു ഭവനം പണിത് പൂർത്തീകരിപ്പാൻ ദൈവം അവരെ സഹായിപ്പാനിടയായി. ശാരീരികമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള നന്മകൾ ദൈവം യഥാസമയങ്ങളിൽ പ്രദാനം ചെയ്ത് അവരെ സന്തോഷത്തോടുകൂടെ പണി പൂർത്തീകരിച്ച് പ്രവേശിക്കുവാൻ നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വ്യാപരിക്കപ്പെടുന്നു. വിശേഷിയാൽ പ്രിയപ്പെട്ടവരുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ ഉള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഈ ദിവസം എല്ലാ നിലകളിലും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തുതി മനമേ നിത്യവും ജീവനാഥൻ യേശുവേ, ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേദാരിണി, ഇതുപോൽ സ്വജീവൻ വിശുദ്ധ തിരുവചനത്തിൽ 24-ാമത്തെ സങ്കീർത്തനം വായിക്കുന്നു. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശ്വസ്ഥലത്ത് ആർ നിൽക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം ഉള്ളവൻ, വ്യാജത്തിന് മനസ്സു വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ.
മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ഈ വായിച്ച കേട്ട തിരുവചനത്തിലൂടെ ദൈവം ആശീർവദിക്കുമാറാകട്ടെ. ശേഷാൽ പ്രിയമുള്ളവരെ, പ്രിയ കുടുംബം വളരെ ആഗ്രഹിച്ചു, വളരെ പ്രാർത്ഥിച്ചു, വളരെ പ്രയത്നിച്ചു. ദൈവം അവർക്ക് ദാനം നൽകിയ നന്മകൾ ഇതിനായി ചെലവഴിച്ച് ഇത്ര ഭംഗിയായ ഒരു വീട്, ഒരു കെട്ടിടം ചമയ്ക്കുവാൻ ദൈവം വരെ സാധിപ്പിച്ചു കൊടുത്തു, സഹായിച്ചു. ഒത്തിരി പ്രതിബന്ധങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. കൃഷ്ണമായ അധ്വാനം ഇതിന്റെ പിന്നിൽ ആവശ്യമായി വന്നിരുന്നു. മഴയും കാറ്റും വെയിലും പ്രതികൂലമായി തീരേണ്ട ഇടത്ത് ദൈവം അതെല്ലാം മാറ്റി അനുകൂലമാക്കി തീർത്ത് യാതൊരു പ്രതിബന്ധങ്ങൾക്കും പ്രതിസന്ധികൾക്കും വിട്ടുകൊടുക്കാതെ ഇത്ര ഭംഗിയായി പണിത് പൂർത്തീകരിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ സന്തോഷത്തോടുകൂടി നിന്ന് സമർപ്പണം നടത്തുവാൻ തക്കവണ്ണം ദൈവം വരെ സാധ്യമാക്കിയല്ലോ. ഇത് പണിയുവാൻ തക്കവണ്ണം പണിക്കാര് അക്ഷീണമായി പ്രയത്നിച്ചു. അവരുടെ പ്രയത്നം വളരെ അനുഗ്രഹമായിരുന്നു. യാതൊരു കേടുപാടുകൾ കൂടാതെ, നാശനഷ്ടങ്ങൾ കൂടാതെ അവരെ പണിയുവാൻ ദൈവം സഹായിച്ചു. ഇലറ്റിനുമായി നമുക്ക് സ്തോത്രം ചെയ്യാം. അവർ കൊടുത്ത നന്മകൾക്കായി, അവിടുത്തെ കൊടുത്ത സാമ്പത്തിക നന്മകൾക്കായി, ശാരീരികമായ ബലത്തിനായി, ബുദ്ധിക്കായി, ജ്ഞാനത്തിനായി, എല്ലാ നന്മകൾക്കുമായി, എല്ലാ സഹായങ്ങൾക്കുമായി പ്രകൃതിയും അനുകൂലമാക്കി തീർത്ത് എല്ലാ നന്മകളും യഥാസമയങ്ങൾ ദൈവം ഒരുക്കി കൊടുത്ത് അവരെ സഹായിപ്പാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന്റെ കരുണയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ കരുതലിനായി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ നടത്തിപ്പുകൾക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ആയിരങ്ങൾ പതിനായിരങ്ങൾ ആഗ്രഹിച്ചിട്ട് സാധ്യമാകാത്ത ഈ മകനീയമായ അനുഭവങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ദാനമായി ദൈവം പ്രദാനിച്ചതുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളെല്ലാവരോടും ചേർന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ച ഈ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം തന്നെ നമുക്ക് മുമ്പായി കടന്നു ചെല്ലണം. നമ്മൾ വായിച്ച തിരുവചനത്തിൽ വായിച്ചതുപോലെ തന്നെ വാതിലുകളിൽ നിങ്ങളെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ബലവാനും യുദ്ധവീരനുമായ യഹോവ ഇന്ന് പകല് നമുക്ക് മുമ്പായി ഭവനത്തിലേക്ക് പ്രവേശിച്ച് ഈ ഭവനത്തെ ആശീർവദിക്കപ്പെടണം. ദൈവം അങ്ങനെ ചെയ്യേണ്ടതിനായി നമുക്ക് ശിരസ്സ് നമിച്ച് ദൈവത്തോട് ശാന്തമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല കർത്താവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചൊല്ലുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ദൈവത്തിന് മഹത്വം. നിറഞ്ഞ മനസ്സോടുകൂടെയാണ് ഞങ്ങൾ കർത്താവിന്റെ പാദമാപ്പിടമാക്കിക്കൊണ്ട് ഈ ഭവനത്തിന്റെ മുന്നിലായിരിക്കുന്നത്. കർത്താവേ സ്തോത്രം. പലരും ആഗ്രഹിക്കുന്നുണ്ട്, പലരും പ്രയത്നിക്കുന്നുണ്ട്, എന്നാൽ സാധ്യമാകാതിരിക്കുമ്പോൾ പ്രിയ കുടുംബം ആഗ്രഹിച്ചു, പ്രയത്നിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കരുണയാലും ദൈവത്തിന്റെ ദയയാലും ദൈവത്തിന്റെ സഹായത്താലും മറ്റു നാശനഷ്ടങ്ങൾ, കേടുപാടുകൾ, ആപത്തനർത്ഥങ്ങൾ കൂടാതെ ഈ ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ച് സന്തോഷത്തോടുകൂടെ ആനന്ദ കണ്ണുനീർ ദൈവപാദപീഠത്തിൽ വീഴ്ത്തിക്കൊണ്ട് നന്ന ഹൃദയത്തോടെ സ്തോത്രം ചൊല്ലി അങ്ങേ ആരാധിപ്പാനായി, അങ്ങേക്ക് മഹത്വം അർപ്പിപ്പാനായി ആയിരിക്കുന്ന പ്രത്യേക സമയം ദൈവത്തിന്റെ കരുണയും ആശീർവാദങ്ങൾ പിന്നെയും പകരുമാറാകണമെന്ന് പ്രാർത്ഥിച്ചത് കർത്താവേ. എത്രത്തോളം പണികൾ പൂർത്തീകരിക്കുവാൻ സഹായിച്ചതിനായി സ്തോത്രം. ആവശ്യമുള്ള സാമ്പത്തികം യഥാസമയങ്ങൾ കൊടുത്തതിനായി സ്തോത്രം. ശാരീരിക ബലം ദൈവം പകർന്നതിനായി സ്തോത്രം. എല്ലാ അധ്വാനങ്ങളിലും ദൈവത്തിന്റെ കൃപ കൂടി ഇരുന്ന് അവരെ സഹായിച്ചതിനായി സ്തോത്രം. നിറഞ്ഞ മനസ്സോടുകൂടി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പിതാവേ, ഞങ്ങൾ ഇന്ന് കർത്താവ് ഈ ഭവനത്തിനകത്തേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഒരുങ്ങുന്നു. ഞങ്ങൾക്ക് മുമ്പായി വാതിൽ പ്രവേശിച്ച്, വാതിൽ തുറന്ന് കർത്താവ് പ്രവേശിച്ച് ഈ ഭവനത്തെ അനുഗ്രഹമാക്കി തീർക്കണമേ. എക്കാലവും തലമുറ തലമുറയായി ഈ ഭവനം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കുവാൻ കർത്താവ് ഇടവരത്തക്ക നിലയിൽ ഒരാശീർവാദമാക്കി സ്വർഗം തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യണമേ. ഒരു അനുഗ്രഹമായി തീരട്ടെ, ആശീർവാദമായി തീരട്ടെ. കർത്താവിന്റെ ബലവും ശക്തി ഭവനത്തിന്മേൽ വ്യാപരിക്കട്ടെ. പ്രകൃതിയുടേതായ കർത്താവെ സ്തോത്രപ്രക്ഷോഭങ്ങളോ കർത്താവെ മാനുഷികമായ പ്രതിബന്ധങ്ങളോ ഒന്നും തന്നെ യാതൊരു നിലകളിലും ഈ ഭവനത്തിന്മേൽ യേശുമേൽക്കാത്ത നിലയിൽ സ്വർഗം അനുഗ്രഹിച്ചു തന്നെ ഇതിനകത്തേക്ക് പ്രവേശിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടുന്ന് കേൾക്കുന്നതിന് നന്ദി. രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ദയതോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകണം സ്വർഗത്തിലെ നല്ല പിതാവേ. പ്രിയ കുടുംബത്തിന്റെ അനുവാദത്തോടും ഇവിടെ ആയിരിക്കുന്ന സകല ബന്ധുമിത്രാദികളെയും സ്തോത്ര ശുശ്രൂഷയെ സഹകരിക്കുന്ന കർത്തദാസന്മാരുടെ അനുവാദത്തിൽ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വാതിൽ തുറന്ന് ഇതിനകത്തേക്ക് പ്രവേശിക്കുവാൻ വിട്ടുകൊടുക്കുന്നു. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു? നന്ദി കൊണ്ടുള്ള എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ തന്നെ. അവൻ എപ്പോഴും പൾസിക്കുകയില്ല, എന്തേക്ക് കോപം സംഭവിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരുടെ വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് നിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയോ എന്ന് വന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തിൽ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആദരിക്കുന്നവർക്കും തന്നെ. യഹോവത്തിന്റെ സിംഹാസനത്തെ സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന് ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുന്നു. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുന്നു. അവന്റെ ആധിപത്യത്തിന്റെ സകല സ്ഥലങ്ങളിലുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. Praise the Lord. Hallelujah. ഇന്ന് പകലിൽ പണി കഴിപ്പിച്ച് പൂർത്തീകരിച്ച ഭവനത്തിലേക്ക്
പ്രാർത്ഥനാപൂർവം സ്തുതി ആരാധനയോടുകൂടെ നമുക്ക് പ്രവേശിപ്പാൻ ദൈവം അനുവാദം നൽകി. ദൈവം നമ്മളെ സഹായിച്ചു. ദൈവം നമ്മളെ പ്രാപ്തരാക്കി തീർത്തു. ഇന്ന് പകലിൽ ഇവിടെ സമർപ്പണം ശുശ്രൂഷ ചെയ്യുവാൻ നമ്മളായിരിക്കുന്ന സന്ദർഭം തന്നെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, വലിയ ശക്തിയ ഈ ഭവനത്തിനകത്ത് ഇറങ്ങി വരുന്നു. സമാധാന കൂടാരത്തിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം, ശലോമോന്റെ ദേവാലയത്തിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം, ഇസ്രായേൽ കൂടാരങ്ങളിൽ വ്യാപരിക്കപ്പെട്ട ദൈവ സാന്നിധ്യം ഈ ഭവനാന്തരീക്ഷത്തിൽ ഇറങ്ങി വരണം. ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു വലിയ പ്രകാശമായി ഈ ഭവനത്തിന്മേൽ പ്രകാശിക്കണം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം പകരപ്പെടണം. അല്പസമയം കൂടെ ഇത് പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാൻ വേണം. സ്തോത്രം എടുക്കും. ഒത്തിരി സമയം എടുക്കത്തില്ല, കുറഞ്ഞ സമയം എടുക്കത്തില്ല. അത്രയും സമയം ക്ഷമയോടുകൂടെ കാത്തിരിക്കണം. ഇതിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാന സ്നേഹമുള്ള പാസ്റ്റർ മണിയൻ അവർ നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കും. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമേ, ദീർഘനാളുകളായി കർത്താവേ ഈ കാലിക്കോട് ജംഗ്ഷനിൽ നാഥാൽപ്പ സ്ഥലം വാങ്ങണമെന്ന് അവർ ആഗ്രഹിച്ചതല്ല. എന്നാൽ ദൈവം അത് സാധ്യമാക്കി കൊടുത്ത നല്ല കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, പണിയുവാൻ അവർ ആഗ്രഹിച്ചു എങ്കിലും കർത്താവെ ഭയങ്കരമായ തടസ്സങ്ങളും പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഇത് പണിയപ്പെടാതിരിക്കാൻ ദുഷ്ടനായ പിശാചി ശക്തമായി പോരാടിയെങ്കിലും ദൈവജനത്തിന്റെ പ്രാർത്ഥന മുഖാന്തരം ഈ ഭവനം തുടങ്ങിയത് മുതൽ കർത്താവ് ഇത്രത്തോളം മനോഹരമായ രീതിയിൽ ഈ ഭവനം ജപപ്പാൻ സർവജ്ഞാനിയായ ദൈവം ശലോമോന് ബുദ്ധി ജ്ഞാനവും കൊടുത്തതുപോലെ കർത്താവേ സ്തോത്രനാഥ, എളിയ മകന് ദൈവമേ, കർത്താവെ അങ്ങ് കൊടുത്ത ബുദ്ധിക്കായി ജ്ഞാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധനായ ദൈവം, ജീവിക്കുന്ന ദൈവമായിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ, തുടക്കം മുതൽ അവസാനം വരെയും ജോലി ചെയ്ത എല്ലാ ജോലിക്കാർക്കും യാതൊരു ആപത്തുകളോ അനർത്ഥങ്ങളോ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ കടന്നു വരാതെ വേണം സർവശക്തനായ ദൈവം അവിടുത്തെ ഉള്ളം കയ്യിൽ സൂക്ഷിച്ച നല്ല കൃപയ്ക്കായി സ്തോത്രം. ആമേൻ. ഏത് ഭവനവും ചമപ്പാൻ ഒരുവൻ വേണം. കർത്താവേ സ്തോത്രം. യഹോവയാണ് വീട് പണിയുന്നത്, ദൈവമാണ് ദീർഘായുസ്സ് നൽകുന്നത്. കർത്താവേ, പ്രത്യേകം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന് ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന വയൽക്കാലം ഈ ഭവനത്തെ അവിടുന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവിടുന്ന് പകരുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ദാസന്മാരായി ഞങ്ങൾ കടന്നു വരുന്നതിന് മുൻപായി ദൈവിക സാന്നിധ്യം ഇവിടെ വന്ന കൃപയ്ക്കായി 2-3 പേർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുന്നിട നടുവിൽ ഞാനുണ്ടെന്ന് വാക്ക് പറഞ്ഞ പരിശുദ്ധനായ ദൈവം, അങ്ങ് പിതാവായ ദൈവമായിരിക്കുന്ന കൃപയ്ക്കായി, അങ്ങ് പുത്രനായ ദൈവമായിരിക്കുന്ന കൃപയ്ക്കായി, അങ്ങ് പരിശുദ്ധാത്മാവായ ദൈവമായിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവത്തിന്റെ കൃപയാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ റൂമുകളിൽ താമസിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന് ഭക്തനായ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ യഹോവയുടെ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കുമെന്ന് ദൈവത്തെ ആരാധനയുള്ള ഒരു ഭവനമാക്കി ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ വലിയ കൃപ പകരണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹപൂർണമായ ഈ പ്രത്യേക സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ആഗ്രഹിച്ചതുപോലെ പ്രാർത്ഥിച്ച് നമുക്ക് പണി കഴിപ്പിച്ച് വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ ആക്കി. പ്രിയ കുടുംബം വളരെ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അനുവാദം ചോദിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു മനോഹരമായ ഭവനം ചമയ്ക്കുവാൻ ദൈവമിടയാക്കി ദൈവത്താൽ സാധ്യമായത്. ഈ ദിവസം അവർക്ക് സ്തോത്രം ഈ ഭവനാന്തരീക്ഷത്തിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം അവരാഗ്രഹിച്ചു. ഈ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ടവരുടെ ബിജു സാറിൻ്റെയും തൻ്റെ ഫാമിലിയും അഥവാ ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് 20 വർഷം തികയുകയാണ്. 20ാമത്തെ വാർഷികമായിട്ട് അനുഷ്ഠിക്കപ്പെടേണ്ടതായ ദിവസത്തിൽ തന്നെ അവിടെ വീടിൻ്റെ സമർപ്പണ ശുശ്രൂഷ കൂടെ ചെയ്യുവാൻ ദൈവം അവർക്ക് അവസരമൊരുക്കിയത് വളരെ മഹനീയമായ അനുഭവമായിട്ട് കർത്താവിൻ്റെ കരുതലായിട്ടാണ് ഈ സമയത്ത് ഞങ്ങളത് മനസ്സിലാക്കുന്നത്. അത് തികച്ചും കർത്താവിൽ
നന്ദി അർപ്പിക്കുന്നു. നന്ദിയുള്ളവരായി തന്നെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ സാറിനും ഫാമിലിക്കും അനുഗ്രഹിക്കപ്പെട്ട 2 ആൺമക്കളെ ദൈവം നൽകുവാനിടയായി. ദൈവിക ശിക്ഷണത്തിൽ വളർന്നു വരുന്ന അനുഭവത്തിൽ തന്നെ കുഞ്ഞുങ്ങളായിരിക്കുന്നു. വിദ്യാഭ്യാസം ചെയ്തു വരുന്ന കുഞ്ഞുങ്ങൾ. സ്തോത്രം. അങ്ങനെ ഈ കുടുംബത്തിന് എക്കാലവും ഒരു അനുഗ്രഹമായി തീരേണ്ട ഭവനമാണ് ഇവിടെ ചമയ്ക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ സമയം ഇവിടെ ഉണ്ട്. അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥനാവാചകത്തിനകത്ത് സൂചിപ്പാനിടയായി ഏത് ഭവനവും ചമയ്ക്കാൻ ഒരുവൻ വേണമെന്ന്. സ്തോത്രം. അതിനെ സംബന്ധിച്ച് 127-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു എന്ന് വായിക്കുന്നത്. യഹോവ പ്രത്യക്ഷമായി സ്തോത്രം ദൈവം ഇറങ്ങി പണി ചെയ്തു തരുന്നു എന്ന അർത്ഥത്തിലല്ല. പണിയാനുള്ള മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കുന്നു. ദൈവത്തോട് ചേർന്ന് നമ്മൾ പണിയപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പണിയപ്പെടുന്ന എല്ലാ പണികളിലും ദൈവത്തിൻ്റെ മഹാസാന്നിധ്യവും ദൈവം എപ്പോഴും കൂടിയിരിക്കുന്നു. അത് എത്ര പ്രതിബന്ധങ്ങൾ നേരിട്ടാലും അത് തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന അളവിൽ പണി പൂർത്തീകരിക്കുവാൻ, അതിലുപരിയായി പൂർത്തീകരിപ്പാൻ ദൈവം സാധിപ്പിക്കുകയും ചെയ്യും. കുറിച്ച് പറയുന്നു, അത് ജീവിതമാകുന്ന വീട് പണിയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ വീട് പണിയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് ബുദ്ധിയുള്ള വ്യക്തിയായിട്ടും ബുദ്ധിയില്ലാത്തവരായിട്ടും സംബോധന ചെയ്യുന്നുണ്ടാകും. ആ വീട് പണിയുള്ള ബന്ധാഭിഷേകത്തിനകം 2 പേർ വീട് പണിതു. അതിലൊരുവൻ ബുദ്ധിയുള്ളവനായിരുന്നു, മറ്റൊരുവൻ ബുദ്ധിയില്ലാത്തവനായിരുന്നു. ബുദ്ധിയില്ലാത്തവൻ പണിതത് മണലിന്മേൽ അവൻ വീട് പണിതു. അവൻ്റെ വീടിൻ്റെ പണി അവൻ ആഗ്രഹിച്ചതിനേക്കാൾ ഒരു വേഗത്തിൽ പണി പൂർത്തീകരിക്കപ്പെടാൻ കഴിയും. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ അവൻ ആഴത്തിൽ കുഴി കുഴിച്ച് പാറ കൊണ്ട് വീടും അതിന് ഫൗണ്ടേഷൻ ഇട്ട് ആ ഫൗണ്ടേഷൻ ഉറപ്പ് വരുത്തിയിട്ട് അതിൻ്റെ മുകളിൽ വീട് പണിതു. 2 പേരും വീട് പണി പൂർത്തീകരിച്ചു. എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു പ്രകൃതിക്ഷോഭമുണ്ടായി. ഒരു വൻമഴ പെയ്തു. ഒരു വലിയ മഴ പെയ്തു. വലിയ മഴ പെയ്തപ്പോൾ ആ മഴയിലെ വെള്ളപ്പാച്ചിൽ മുഖാന്തരം മണന്മേൽ വീട് പണിതവൻ്റെ വീട് നിലംപൊത്തുവാൻ തക്കവണ്ണമിടയായി. എന്നാൽ ബുദ്ധിയോടുകൂടെ പാറമേൽ വീട് പണിതവൻ്റെ വീട് നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായെന്നാണ് തിരുവചനം പറയുന്നത്. ഹല്ലേലൂയ. 127-ാം സങ്കീർത്തനത്തിൻ്റെ ഭാഗവുമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ദൈവത്താലും ദൈവത്തിൻ്റെ സഹായത്താലും ദൈവ സാന്നിധ്യത്താലും ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ടും പണിയപ്പെടുന്ന ഒരു ഭവനത്തിന്, ജീവിതമാകുന്ന ഭവനമായിരുന്നാലും അക്ഷരാർത്ഥത്തിലുള്ള ഭവനമായിരുന്നാലും അതിന് നിലനിൽപ്പുണ്ടാകുവാൻ തക്കവണ്ണമിട. അതിന് ഈ ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും തമ്മിലുള്ള പണിയുടെ ഒരു അന്തരംഗം എന്തുമാത്രമാണെന്ന് വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ കമ്പിവാചകൻ പോലെ പറഞ്ഞ് ഒരു തിരുവചന ഭാഗം വായിച്ച് ഈ ഭവനത്തെ ദൈവകരങ്ങളിൽ ദൈവപാദത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറഞ്ഞ ബുദ്ധിയുള്ള വീട് പണിക്കാരനും ബുദ്ധിയില്ലാത്ത വീട് പണിക്കാരനും തമ്മിലുള്ള വ്യത്യാസം. സ്തോത്രം. ബുദ്ധിയുള്ളവൻ എങ്ങനെയാണ് വീട് പണിയുന്നത്, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന ചോദ്യത്തിനകത്ത് 1-2 തിരുവചന ഭാഗത്തിലൂടെയുള്ള ഒരു വിശദീകരണം വായിച്ചു മാത്രം കേൾപ്പിച്ച് നിർത്തി ഞാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒരുപാട് സമയം പോരാ. എല്ലാ റൂമുകളും പ്രാർത്ഥിക്കേണ്ടതായിട്ട് 3 ഇടങ്ങളിൽ 4 ഇടങ്ങളിൽ നമുക്ക് പോയി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ബുദ്ധിയുള്ള വീട് പണിക്കാരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം വിശുദ്ധവേദ പുസ്തകത്തിൽ ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 12 തുടങ്ങിയുള്ള വാക്യമാണ്. അത് മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിൽ വീട്ടുകാരെ ശ്രദ്ധിക്കണം. സ്തോത്രം. ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കാനും നിന്നെ അടിമവീടായ വിശ്രമെന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരമായ മരുഭൂമിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന്
എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാനും നീ സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് സാക്ഷീകരിക്കും. ബുദ്ധിയുള്ള വീട് പണിക്കാരനോട് ഭവിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഒരു ചെറിയ വിശദീകരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പഴയ ഇസ്രായേലിനെ ഇസ്രായേലി അടിമത്തത്തിൽ നിന്ന്, ഒരു സ്വാതന്ത്ര്യമില്ലാത്ത സ്വന്തമല്ലാതെ പാർത്തിരുന്ന ദേശത്ത് നിന്ന് സ്വന്തമെന്ന് പറയുവാൻ കഴിയത്തക്ക ഒരു നിലവാരത്തിലേക്ക് ദൈവം ജനത്തെ ഇസ്രായേൽ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവരുടെ മരുഭൂ യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാനിടയാണ്. സ്തോത്രം. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളിലൂടെ അവരെ നടത്തി വാഗ്ദത്ത ദേശത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. നല്ല ഭവനം പണിത് പാർക്കുവാൻ ദൈവം അവരെ അനുവദിച്ചു. നല്ല മനോഹരമായ ഭവനം പണിത് പാർക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഒരിക്കലും എന്തോ പാടില്ല, എൻ്റെ കരം കൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ സമ്പത്ത് കൊണ്ടും ആണ് ഞാൻ പണിത് ഉറപ്പിച്ചതെന്ന് പറയാൻ പാടില്ല. അത് ബുദ്ധിയുള്ള ഒരു മനുഷ്യനോട് ഭവിക്കുവാൻ കഴിയില്ല. പക്ഷേ ദൈവമാണ് എന്നെ ഇതിന് സഹായിച്ചത്. ദൈവം തന്ന ആരോഗ്യമാണ്, ദൈവം തന്ന നന്മയാണ്, ദൈവം തന്ന സമ്പത്താണ്, ദൈവം തന്ന സമൃദ്ധിയാണ് എന്ന് ചിന്തിക്കുകയും പറയുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്നവനെങ്കിൽ അവനെ ബുദ്ധിയുള്ള വീട് പണിക്കാരനോട് ഭവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. പ്രിയമുള്ളവര്, നിങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളൊന്നും ആഗ്രഹിച്ചതല്ല. നിങ്ങളുടെ പൂർവ്വകാലങ്ങളിൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊന്നും ചമച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. എന്നാൽ പിതാക്കന്മാരുടെ അമ്മമാരുടെ ഒക്കെ പ്രാർത്ഥനയുടെ ഫലമായി തലമുറകളായ നിങ്ങളെ കർത്താവ് ഈ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനിടയായി. നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല, നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെയും കണ്ണുനീരിന്റെയും ഫലമാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച സഭയുടെ ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്തുവാൻ ഇടയായത്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഈ നന്മകൾ അനുഭവിക്കുന്നിടത്തോളം കാലം ഇതെന്റെ ദൈവം എനിക്ക് തന്നതാണ്, ദൈവത്താൽ എനിക്ക് ലഭിച്ച മാന്യതയാണ്, ദൈവത്താൽ എനിക്ക് ലഭിച്ച ഉയർച്ചയാണ് എന്നപ്പോഴും പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ബുദ്ധിയോടുകൂടെ വീട് പണിയുന്ന ഒരു വീട്ടുകാരന് സ്തോത്രം ഒത്തവണ്ണം തന്നെ ആയിരിക്കണം. അതിന് നിങ്ങൾക്ക് സർവശക്തനായ ദൈവം സകല കൃപകളും മഹത്വങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾ എത്രത്തോളം വീട്ടിൽ പാർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപക്ഷെ മറ്റാർക്കെങ്കിലും പാർക്കുവാൻ നിങ്ങൾ അവസരം കൊടുത്തു തന്നേക്കാം. സ്തോത്രം. ഇല്ല, നിങ്ങൾക്ക് പാർക്കുവാൻ ഇവിടെ കഴിയുന്നിടത്തോളം സമയങ്ങളിൽ, നിങ്ങളുടെ തലമുറകൾക്ക് പാർക്കുവാൻ കഴിയുന്നിടത്തോളം സമയങ്ങളിൽ അനാഥന്മാരെയും വിധവമാരെയും സാധുക്കളെയും ഒക്കെ നിങ്ങൾക്ക് ഓർക്കുവാനുള്ള വിശാലമായ മനസ്സുണ്ടാകണം. ഭവനമില്ലാത്തവരെ, ഭവനരഹിതരായവരെ ഒക്കെ നിങ്ങൾക്ക് ഓർക്കുവാൻ നല്ല വിശാലമായ ഒരു മനസ്സുണ്ടാകണം. സാധുക്കൾ നിങ്ങളുടെ മുന്നിൽ കര നീട്ടിയാൽ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നൊരു ഭാവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഉള്ളത് നിങ്ങൾ കൊടുത്ത സന്തോഷത്തോടെ അയക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ദൈവം ഏത് നിലവാരത്തിലാണ് നമ്മളെ സന്ദർശിക്കുന്നത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ഇതെല്ലാം ഓർത്ത് മനസ്സിൽ ഓർത്തിട്ടുണ്ട്. ദൈവമാണ് ഇത് നന്മകൾ തന്നത് എന്ന അതിനമായ തീരുമാനത്തിൽ ഉറപ്പായ പ്രാർത്ഥന അനുഭവങ്ങളും സമർപ്പണത്തിനും എക്കാലവും ഇതിന്റെ നന്മകൾ നിങ്ങൾ അനുഭവിക്കണം. അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് ഞാൻ ആശിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഇവിടെ നമുക്ക് പ്രാർത്ഥിച്ച് ഈ ഭവനത്തെ ദൈവപാദത്തിൽ സമർപ്പിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ, താമസ സൗകര്യത്തിനായി വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. അതിനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാ ദൈവമക്കളും വന്ന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇങ്ങനെ ആഗ്രഹിച്ചതല്ല, നിലച്ചതല്ല. ഞാൻ നിലച്ചത് ചിന്തിച്ചതിലോ പ്രകരമായി എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു ഭവന പണിയിലേക്ക് അതിന് പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ ദൈവം അവരെ സഹായിപ്പാൻ തക്കവണ്ണം ഇടയാക്കി. ഹല്ലേലൂയ. സാരത്തിൽ ഇറങ്ങി വരട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. ശിശാൽ 20 വർഷവും വിവാഹം കഴിഞ്ഞിട്ട് 20ാമത്തെ വർഷത്തിൽ പ്രവേശിക്കുന്നു. അവൻ ഇങ്ങനൊരു നന്മ കൂടെ അനുഭവിക്കണം. ദൈവം സാധിപ്പിച്ചു കൊടുത്തല്ലോ. ഹല്ലേലൂയ. എല്ലാവരും വന്ന് സ്തോത്രം ചെയ്താൽ, എല്ലാവരും വന്ന് സ്തുതിച്ചാൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഒരു മെഴുകുതിരി വെളിച്ചത്തേക്കാൾ ദൈവത്തിന്റെ ശക്തിയേന ഈ ഭവനത്തിൽ ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഈ ഭവനത്തിൽ വ്യാപരിക്കപ്പെടട്ടെ. സമ്പത്ത് കൊണ്ടും സ്തോത്രം, ശരീര
ദൈവത്തിന്റെ സംരക്ഷണവും സഹായവും സകല അനുഗ്രഹങ്ങളും ഈ ഭവനത്തിന്മേൽ വ്യാപരിക്കപ്പെടട്ടെ. Glory, 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 hallelujah, 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 hallelujah. ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ നല്ല പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹമേറിയ സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ശൂന്യമായി കിടന്ന ഒരു പ്രദേശത്ത് കർത്താവേ ദൈവം നൽകിയ നന്മ കൊടുത്ത് വിലയ്ക്ക് മേടിച്ച് സ്തോത്രം ചെയ്യുന്ന അക്ഷീണമായ പ്രയത്നം കൊണ്ടും ആഗ്രഹം കൊണ്ടും അധ്വാനം കൊണ്ടും ദൈവം നൽകിയ നന്മ കൊണ്ടും ഇങ്ങനെ ഒരു ഭവനം അതേ പണിത് പൂർത്തീകരിപ്പാൻ ദൈവം പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം സഹായിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരുടെ പ്രാർത്ഥന, അവരുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന, ദൈവസന്നിധിയിലുള്ള സമർപ്പണം ദൈവം മാനിച്ച് കർത്താവെ ഭംഗിയായി പൂർത്തീകരിപ്പാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പണി ആരംഭിപ്പാൻ പ്ലാൻ തയ്യാറാക്കി അതിന്റെ പെർമിഷനൊക്കെ മേടിച്ച് പണി തുടങ്ങുവാൻ ആഗ്രഹിച്ചപ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങൾ അവർക്ക് വിരോധമായി ഈ ദേശത്ത് എഴുന്നേറ്റ് വരുവാനിടയായി. ആ പ്രതിബന്ധങ്ങളെ കർത്താവ് അമർച്ച ചെയ്തുകൊണ്ട്, മാനുഷിക ശബ്ദങ്ങളെ അമർച്ച ചെയ്തുകൊണ്ട്, നിയമത്തിന്റെ കുരുക്കുകളെ അമർച്ച ചെയ്തുകൊണ്ട് ദൈവവൃദ്ധന്മാരുടെ ദൈവമക്കളുടെ പ്രാർത്ഥനയെ ദൈവം മാനിച്ച് അങ്ങനെ നിന്ദിക്കാത്തക്കവണ്ണം ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരുടെ മുന്നിൽ, അവിടെ കണ്ണിന് മുന്നിൽ സ്വർഗത്തിൽ ദൈവം ഇത്ര പ്രൗഢിയോടുകൂടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന താഴ്മയോടുകൂടെ ദൈവമാണ് ഞങ്ങൾ എത്രത്തോളം കൊണ്ടുവന്നത് ഓർത്തുകൊണ്ട് ഞാനും എന്റെ കുടുംബവും ഇത്രത്തോളം കർത്താവേ എന്ന് ദൈവത്തിൽ പറയുമാറ് പാർക്കുവാനും ഈ ഭവനത്തിൽ അനുഭവിപ്പാനും ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷാൽ കർത്താവേ സ്തോത്രം ചെയ്യുന്ന ദാസൻ ബിജുവർഗൾക്കായും തന്റെ കർത്താവേ ഭാര്യയ്ക്കായും 2 മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവർക്ക് തലമുറയായി ഈ ഭവനം സൈന്യമായും സന്തോഷമായും അനുഭവിക്കത്തക്ക നിലയിൽ സ്വർഗ്ഗം ആശീർവദിച്ചു കൊടുക്കണമേ. ഈ ഭവനത്തിൽ പാർക്കുമ്പോൾ രോഗങ്ങൾ, ബാധകൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, ക്ലേശങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പ്രതികൂലങ്ങൾ ലേശം പോലും വെക്കാനോ കിട്ടിവെക്കാനോ അനുവദിക്കാത്ത തരത്തിൽ സ്വർഗത്തിലെ കർത്താവിന്റെ കുഞ്ഞാടായ ക്രിസ്തുവിന്റെ ചങ്കിലെ ചോര കൊണ്ട് തക്കള 2 പേർ കുറുപടിമേൽ മുദ്ര വെക്കുകയോ ഈ ഭവനത്തെ കർത്താവിന്റെ രക്തത്തിന്റെ മറവിൽ മറച്ചുകൊള്ളുകയും ചെയ്യണമെന്ന് സ്വർഗത്തിന്റെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ആഹാരം ഉണ്ടാകണം, ഇവിടെ സന്തോഷം ഉണ്ടാകണം, സമൃദ്ധി ഉണ്ടാകണം. ഏതൊരു ഭയമോ ഭീതിയോ ദുസ്വപ്നങ്ങളോ ക്ലേശങ്ങളോ ഒന്നും അലട്ടുവാൻ അനുവദിക്കാതെ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യമോ ദൈവത്തിന്റെ സാന്നിധ്യമോ അനുഭവിപ്പാൻ കഴിയുമാറ് ഈ ഭവനത്തെ ഒരു അനുഗ്രഹമായി, ഒരു അത്ഭുതമായി, ഒരു ആശ്വാസമായി ദൈവം തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബത്തിற்கு കൂടെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ സ്തോത്രയുടെ പിതാവ് ഇവിടെ പണിയോള ബന്ധത്തിൽ ഒരുപാട് അധ്വാനിക്കുവാനും ഒരുപാട് ഉറക്കളച്ച് പ്രവർത്തിപ്പാനൊക്കെ വേണമിടയായി. ആ പ്രിയപ്പെട്ടവനെ ദൈവം മാനിക്കണമേ. കർത്താവേ മാതാവിനെ മാനിക്കണമേ. അവിടെ അധ്വാനങ്ങളുടെ സമ്പത്തുകളൊക്കെ ഇതിന്റെ പിന്നിൽ കർത്താവ് ചെലവഴിപ്പാനിടയായിട്ടുണ്ട്. വരെ ദൈവം അനുഗ്രഹിക്കണമേ. റിയാസാറിന്റെ മാതാവിനെ ഞങ്ങൾ ഓർക്കുന്നു. ആ മാതാവിന്റെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഇതുവരെ ഇവരെ കൊണ്ടെത്തിക്കുക. ദൈവമേ ദീർഘായുസ്സോടെ മാതാവിനെയും സഹായിക്കണമേ. തന്റെ സഹോദരങ്ങൾ, സഹോദര ഫാമിലികൾ, കുഞ്ഞുങ്ങൾ, കർത്താവെ ബന്ധുക്കളായി കടന്നു വന്നിരിക്കുന്ന സകല പ്രിയപ്പെട്ടവർ, കർത്താവിന്റെ ദാസന്മാർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ അധ്വാനിച്ചവരെയും കർത്താവെ പ്രാർത്ഥിച്ചവരെയും ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രയത്നങ്ങൾക്കും കർത്താവ് പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവകരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും മേൽ പകരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മ അഥവാ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇമ്മാനുവേൽ കോട്ടേജ് എന്ന പേര് നാമകരണം ചെയ്ത് ഈ ഭവനത്തെ പ്രിയപ്പെട്ടവർക്കായി കർത്താവിന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊള്ളുന്നു. സ്വർഗ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് നിറഞ്ഞ മനസ്സോടുകൂടെ സ്തോത്രം ചെയ്യാം. ഈ സമർപ്പണത്തിൽ പകരപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യാം. വലിയ
കരം ഇതിനകത്ത് ചലിക്കപ്പെട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ചെയ്യാം. ഹല്ലേലൂയ. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല, ഭയങ്കരത്താലല്ല, കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമേ, സർവശക്തിയുള്ള ദൈവമേ, മഹാദൈവമായിരിക്കുന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഈ റൂമിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുകയാണപ്പാ. കർത്താവേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ഈ റൂമിനെ കർത്താവ് വിശ്രമിക്കുമ്പോൾ യാതൊരുവിധ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ കർത്താവേ ദുർസ്വപ്നങ്ങളോ ഒന്നും ഉണ്ടാകാതിരിപ്പാൻ, പ്രാർത്ഥനയുള്ളവർ ഇതിനകത്ത് വസിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ റൂമിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കോഴിതൻ കുഞ്ഞിനെ ചീറാനായി ഞങ്ങൾ ദൈവകരങ്ങളിൽ ദൈവഭാഗത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഈ ഭവനത്തിൽ ഞങ്ങൾ പിന്നെയും ഈ കിച്ചൺ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ കിച്ചനെ ദൈവം അനുഗ്രഹിക്കണമേ, സമൃദ്ധിയുടെ കലവറയാക്കി ഈ കർത്താവെ അടുക്കളയുടെയും തീർക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പാർക്കുന്ന കർത്താവെ ആ പ്രിയപ്പെട്ടവർക്ക് കാലവും സമൃദ്ധിയായ ആഹാരം ഉണ്ടാകുവാൻ, ഒരു നന്മയ്ക്കും ആഹാരത്തിനും കുറവരാതെ വണ്ണം സമൃദ്ധിയായിട്ടുള്ള ആഹാരം ഉണ്ടാകുവാൻ കർത്താവെ ഈ കിച്ചണിൽ ഇടയാകണം. അതിനു വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ആശീർവാദങ്ങളും ഈ പകൽ മുതൽ പകരപ്പെടുവാനായി ഞങ്ങൾ കർത്താവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹം ഇതിന്മേൽ വ്യാപരിക്കപ്പെടേണ്ടതിന് ഞങ്ങളെ കർത്താവെ ഭവനം ഈ അടുക്കളയെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച് പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ
പിതാവേ, ഈ വീട് ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രവേശിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പായി ഈ വീട്ടിനകത്ത് ദൈവം പ്രവേശിക്കണമേ. ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ടും അവിടുത്തെ ആത്മാവിന്റെ നിറവ് കൊണ്ടും കർത്താവെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം അപ്പാ. യേശുരാജാവേ, ഞങ്ങളെ പിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവമേ, ഈ വീടിൽ ഞങ്ങൾ പ്രവേശിപ്പാൻ ഇവിടെയായി ഈ വീടിനെ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വീട്ടിൽ പാർക്കുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവമേ വളരെ സന്തോഷത്തോടും സമൃദ്ധിയോടും കൂടെ കഴിയുവാൻ പാർക്കുവാൻ സഹായിക്കണമേ. ഇവിടെ പാർക്കുമ്പോൾ വളരെ ശാരീരികമായും മാനസികമായിട്ടുമുള്ള സമൃദ്ധി സന്തോഷം അനുഭവിക്കാൻ കഴിയുമാണ്. ഈ ഭവനത്തെ സ്വർഗ്ഗം അനുഗ്രഹിക്കണമേ. ഇവിടെ സമ്പത്തുണ്ടാകണം, ഇവിടെ ആഹാരം ഉണ്ടാകണം, ഇവിടെ ശരീരസുഖം ഉണ്ടാകണം, ഇവിടെ ആഗ്രഹിക്കുന്ന തലങ്ങളുള്ള ഉയർച്ചകൾ നന്മകൾ പ്രാപിക്കണം. ആര് പാർത്താൽ ഈ ഭവനം ഞങ്ങൾക്ക് ഒരാശ്വാസമായിരുന്നു എന്ന് പറയുമാറിടവരത്തുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും കർത്താവ് എല്ലാവിധ ആശീർവാദങ്ങളും ഈ ഭവനത്തിന്മേൽ ഉണ്ടാകേണ്ടതിന് കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് സാമീപ്യം കൊണ്ടും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കേണ്ടതിന് ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് സമർപ്പിക്കുകയാ. അനുഗ്രഹിക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ പിതാവേ, ആമേൻ. കർത്താവേ, സ്തോത്രം സ്തോത്രം. ദൈവമേ, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായിരിക്കുന്ന കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹമേറിയ വിശുദ്ധ വയൽക്കാലത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഈ റൂമിലേക്ക് കടന്നു വന്നിരിക്കുന്ന നല്ല കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ റൂമിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവകൃപയാൽ ഈ റൂമിനെ നിറയ്ക്കണമേ. കർത്താവേ, സ്തുതിയും സ്തോത്രവും ആരാധനയുള്ള റൂമാക്കി ദൈവം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ ഈ റൂമിനെ പുതിയണമേ. കർത്താവേ, അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് ഇന്ന് വയൽക്കാലം അതിന്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്വസ്ഥതയും സമാധാനം ഈ ഭവനത്തിലുണ്ടാകണം. ദൈവകൃപയാൽ നിറയ്ക്കണമേ. കർത്താവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് പകല് ഈ കർത്താവെ കർത്താവെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ സമർപ്പിക്കുവാൻ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും ഞങ്ങളോട് കൂടി കൃപയ്ക്കായി സ്തോത്രം. ഈ കിച്ചനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും കർത്താവെ മാനുഷികമായോ പൈശാചികമായോ കെട്ടിടത്തിലുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇത് പൂർണ്ണമായി മാറുവാനും ഇത് കർത്താവെ പണികഴിപ്പിച്ച ആ കുടുംബത്തിന് തന്നെ അവകാശമായിട്ട് വെക്കുവാനും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും നൽകുമാറാകണം. നല്ല ആഹാരം പാകം ചെയ്ത് നല്ലൊരു സ്ഥലമാക്കി ഇവിടെ അവിടെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ തർക്കങ്ങളോ ഒന്നും ഈ റൂമിൻ്റെ അകത്ത് വെച്ച് ഉണ്ടാകുവാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സാന്നിധ്യം കൊണ്ടും കർത്താവെ പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ടും വിശുദ്ധീകരിച്ച് കർത്താവ് അനുഗ്രഹിച്ച് ഇതിനകത്ത് പ്രവേശിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തുറന്ന് ഞങ്ങൾ പ്രവേശിക്കുന്നു. കർത്താവ് സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു.
പ്രവേശിപ്പാൻ അങ്ങ് അനുവാദം തന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് മുമ്പായി അങ്ങേതകത്ത് പ്രവേശിച്ചതിനായി സ്തോത്രം ചെയ്ത കർത്താവേ, തലമുറ തലമുറയായി ഈ ഭവനത്തിനകത്ത് പാർത്ത് കർത്താവെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് ഈ ഭവനത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടങ്ങളോ കഷ്ടങ്ങളോ ക്ലേശങ്ങളോ രോഗങ്ങളോ ബാധിക്കാതെ സമാധാനത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും കർത്താവെ ഓരോ ദിവസവും വിശ്രമത്തിൽ വലിയ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്ന കർത്താവെ നല്ല ദൈവകൃപ ദൈവസാന്നിധ്യം കർത്താവ് അവിടുന്ന് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ വിശുദ്ധീകരിച്ച് ഈ ഭവനത്തെ കർത്താവിന്റെ പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി. രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. എന്നോട് വന്ന് പഠിക്കും. ഒരു പ്രാവശ്യം അടിസ്ഥാനമുള്ള പണിഞ്ഞപ്പോൾ നിലനിൽക്കുവാൻ ദൈവം അനുവദിച്ചതായ സ്തോത്രം. ഈ താമസിക്കുന്ന ഓരോ മക്കളെയും അപ്പനെയും ഏൽപ്പിക്കുന്നു. മക്കൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരെയും അനുഗ്രഹിക്കണം. ആരാണ് താമസിച്ചാലും അപ്പന്റെ ദീപരിക്തമുണ്ട് മുദ്രയിട്ട് കാവലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ മാറി അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പെരിഞ്ഞാലും പിരിയാത്ത ബന്ധുവായി ഈ ഭവനത്തിലും ഈ ഹാളിലും റൂമിലും എല്ലാ പരിസരത്തും അപ്പന്റെ ദീപരിക്തമുണ്ട് മുദ്രയിട്ട് കാവലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ മാറി അയക്കും ഒക്കെ കാണിച്ചു യേശുവിന്റെ നാമത്തിൽ ആമേൻ. വാദിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മഹാദൈവം ഇതിനകത്ത് പ്രവേശിക്കണമേ. ഞങ്ങൾക്ക് മുമ്പായ ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ ഭവനത്തെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്ര കൃപ വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം പകരപ്പെടട്ടെ. ഹാലേലൂയ. ദൈവത്തിന്റെ കാലത്ത് ഇതിനകത്ത് മുഴങ്ങട്ടെ. അതിനായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സമർപ്പിച്ചതിനകത്ത് പ്രവേശിക്കുന്നു. ഞങ്ങളുടെ പ്രിയരെ, ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗത്തിലെ ദൈവമേ, വീണ്ടും ഞങ്ങളെ കർത്താവേ ഈ ഭവനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പായി അവിടുന്ന് ഇതിനകത്ത് പ്രവേശിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തെ ദൈവം വിശുദ്ധീകരിക്കുമാറാകണമേ. കർത്താവേ, ഇവിടെ പാർക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ നൽകുമാറാകണമേ. ശൈലമായും സന്തോഷമായും സമാധാനമായും സമൃദ്ധിയോടെ കർത്താവ് രോഗപ്രയാസ ക്ഷീണങ്ങൾ കൂടാതെ ഓരോ ദിവസമുള്ള വിശ്രമം സുഖകരമായ വിശ്രമമായി ലഭിക്കുമാറ് ഈ ഭവനത്തെ സ്വർഗം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതിനെ വിശുദ്ധീകരിക്കുകയാണ്. ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഭവനത്തെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. രക്ഷകന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഇന്ന് ഒരു കാലം കടന്നു. ഈ ദൂതിന് വേണ്ടി
പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും ഈ റൂമിനകത്ത് വ്യാപരിക്കട്ടെ കർത്താവേ. ഈ റൂമിൽ പാർക്കുന്നവർ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കണമെന്ന് ഇടയാക്കുമാറാക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്ന ആളുകൾ കർത്താവ് ഇത് ഉത്തമമായ ബഹുമാറ്റി മാറ്റുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുവാൻ അനുവദിക്കുന്നു പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് അതിനെ ശുദ്ധീകരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. കർത്താവേ, ഞങ്ങളെ വാഴ്ത്തുന്നു, വീണ്ടും സ്തുതിക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നല്ല കർത്താവേ. തന്റെ കുഞ്ഞുങ്ങൾ പണി കഴിപ്പിച്ച വീടിനോട് ബന്ധത്തിൽ 2 കടറൂം കൂടെ പണി കഴിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. ഞങ്ങൾ ഇന്ന് പകൽ കർത്താവിന്റെ പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 2 കടമുറികളെയും ദൈവം അവിടുന്ന് ആശീർവദിക്കുമാറാകട്ടെ. ഇവിടെ ഒരു പക്ഷേ കർത്താവേ വീട്ടിന് കൊടുത്ത ബിസിനസ് നടത്തപ്പെടാനോ ഇല്ലെങ്കിൽ വരകാലങ്ങളിൽ പ്രിയപ്പെട്ടവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാനോ ഈ 2 കടമുറികളും സാധ്യമാകണം. അതിനുവേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഇവിടെ സ്വർഗ്ഗം പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടങ്ങളോ കഷ്ടങ്ങളോ സാമ്പത്തികമായ തകർച്ചകളോ ഉണ്ടാകാതെ കർത്താവിന്റെ അനുഗ്രഹത്താൽ ബിസിനസ് ചെയ്യപ്പെടുന്നവർക്ക് ഞങ്ങൾ ഈ കടമുവാനും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്ന നല്ല സാക്ഷ്യം കേൾക്കത്തക്ക നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ആശീർവാദങ്ങളും ഈ കടമുറിയുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ശാപങ്ങളും നിലനിൽക്കരുത്, ഒരു വിടലുകൾ നിലനിൽക്കരുത്, ഒരു വിളിച്ച് ശാപങ്ങൾ നിലനിൽക്കരുത്, ഒരു ആവിധാന ലക്ഷണങ്ങൾ നിലനിൽക്കരുത്. കർത്താവിന്റെ രക്തത്താൽ മുദ്രയിട്ട് ഈ കടമുകളെ ദൈവം അനുഗ്രഹിച്ച് തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആശീർവാദമായി ഒരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ 2 കടമുകളെയും ദൈവവാദം സമർപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ സ്തുതി ആരാധനയോടുകൂടെ ഈ ഭവനം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രവേശിപ്പാണ് ഇവിടെ ആണെങ്കിൽ കർത്താവിന് നന്ദി പറയുന്നു, നന്ദിയുടെ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ശേഷാലിതരണത്തിൽ ഈ ശുശ്രൂഷകൾ സഹകരിപ്പാൻ തക്കവണ്ണം പ്രിയ കർത്താവിന്റെ ദാസന്മാരെ ദൈവം സഹായിച്ചു. ബന്ധുക്കളായ പ്രിയപ്പെട്ടവരൊക്കെ ഇടയാക്കി. ഒറ്റവാക്കിന് ആശംസയായി മണയം പാസ് സംസാരിക്കുന്നതിന് ശേഷം ഒരു കൃതജ്ഞത, ഒരു നന്ദിവാദം വീട്ടുകാരെ ചൊല്ലും പറയും, അറിയിക്കും. അതിനുശേഷം പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ദൈവനാമത്തിൽ മഹത്വവും. ഇന്ന് കൃത്യം 11 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് ഈ ഭവനത്തിൽ പ്രവേശിപ്പാൻ ഞങ്ങളുടെ ദാസൻ മുഖാന്തരം സഹായിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ തുടങ്ങിയത് മുതൽ അവസാനം വരെയും ക്ഷമയോടുകൂടി കാത്ത വന്ന് സന്തോഷത്തോടുകൂടി സ്വീകരിച്ച എല്ലാ ദൈവദിനത്തിനും ഇവിടുത്തെ വീട്ടിൻ്റെ ഉടമസ്ഥനും അവരുടെ അമ്മയ്ക്കും പപ്പയ്ക്കും ദൈവത്തിനും ആ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനും വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ആശംസിക്കുന്നു. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു ഭവനം ഇവിടെ ഒരു സ്ഥലം മേടിക്കുകയും ഒരു ഭവനം പണിയാൻ ഒരു ഭാഗ്യം സ്വർഗ്ഗ ദൈവം നൽകി. ആ പണി ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ സ്വർഗ്ഗം ദൈവം പൂർത്തീകരിക്കുന്നതുവരെയും ദൈവം ഞങ്ങളെ കാത്ത് പരിപാലിച്ച് ഇത് പണി ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ ഇത് നോക്കി നടത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ ബന്ധുക്കൾക്കും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഇന്ന് ഈ പ്രയറിൽ വന്ന് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവ് സഹായിക്കാനിടയായി വളരെ സമൃദ്ധിയോടും സന്തോഷത്തോടും കൂടെ ഈ ഭവനത്തിൽ പാർക്കാനോ ഈ ഭവനത്തിൽ നന്മ അനുഭവിക്കുവാനോ ഒക്കെ എല്ലാവിധ അനുഗ്രഹങ്ങളിലും പകർന്ന് ദൈവത്തെ ആശീർവദിക്കട്ടെ. അതും ഒരു ശാശ്വതമായ ഒരു ആശ്വാസമായി ഈ ഭവനം തീരും. ഇവിടെ കടന്നു വന്ന് വിശ്രമിക്കുന്നവർക്ക് ഒരു ആശ്വാസമായി മാറും. ആർക്കും തന്നെ ഏതൊരു ക്ലേശങ്ങൾക്കും ഭീതികൾക്കും വിഷമങ്ങൾക്കും ഇടവരാതെ സന്തോഷമായി തന്നെ ഈ ഭവനം തീരുവാനിടയാകും. ഇത്തരം ദൈവഭക്തന്മാരുടെ ദൈവമക്കളുടെയും പ്രാർത്ഥനകളും സ്തുതികളും സ്തോത്രങ്ങളും ഇവിടെ ഉയരുവാനിടയായത് ദൈവനീതിയായി കണക്കിടും. അനുഗ്രഹിക്കും, അനുഗ്രഹിച്ചിട്ടുണ്ട്, വീണ്ടും അനുഗ്രഹിക്കും. അതിനായി ഇടയാകട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് 11 മണി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ
പ്രാർത്ഥിച്ച് കർത്താവെ ശുശ്രൂഷ ആരംഭിക്കാനിടയായി ഈ ഭവനത്തെ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് ദൈവഭാഗത്ത് സമർപ്പിക്കാനിടയായി ഓരോ റൂമുകളും വിശദീകരിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ദൈവം സാധ്യമാക്കി. എല്ലാറ്റിനുമായി ഞങ്ങൾ സ്തോത്രം ചെയ്തു. നിറഞ്ഞ വലിയ സാന്നിധ്യം, അളവിൽ കവിഞ്ഞ ദൈവ സാന്നിധ്യം ഈ ഭവനാന്തരീക്ഷത്തിന്മേൽ എല്ലാ കോണുകളിലും എല്ലാ റൂമുകളിലും എല്ലാ കിച്ചണുകളിലും ദൈവം പകർന്നതിനായി ഞങ്ങൾ കർത്താവിനെ നന്ദി അർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവ് ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ മക്കൾക്ക് ഒരു അനുഗ്രഹമാക്കി തന്നെ നല്ലൊരു വിശ്രമം ഞങ്ങൾക്ക് ലഭിക്കാൻ സഹായിക്കും. ഇവിടെ തലമുറകൾക്ക് ഒരു അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ. മാതാപിതാക്കൾക്ക് ഒരു അഭിമാനമായി കർത്താവെ ഈ ഭവനത്തെ തീർക്കണമേ. ദേശക്കാർക്ക് ഒരു കർത്താവെ സ്തോത്രം ആശ്വാസമായി ദൈവം ഭവനത്തെ തീർക്കണമേ. സ്വർഗം അങ്ങനെയൊക്കെ ചെയ്യുന്നതിനായി സ്തോത്രം. ഇതിൽ കടന്നു സംബന്ധിച്ച് സകല ദൈവവൃത്തന്മാരെയും അനുഗ്രഹിക്കണമേ. ഒരു വാക്യങ്ങളും പ്രാർത്ഥിച്ചാലും അനുഗ്രഹിക്കപ്പെടാതെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങൾ കർത്താവെ എക്കാലവും അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ഭവനം കൊണ്ട് നന്മ അനുഭവിച്ച് ശ്രേഷ്ഠരായി തീരുവാൻ എല്ലാവിധ ആശീർവാദങ്ങളും പിന്നെയും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശത്തിന് മഞ്ഞും മഴയും കൊണ്ടും കർത്താവേ സ്തോത്രം ഭൂമിയിലെ സകല ധാന്യങ്ങളും സ്തോത്രം ഹാലേലും ശരീരസുഖം കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്റെ മക്കൾ ഈ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ഇടവരത്തക്ക എല്ലാവിധ ആശീർവാദങ്ങളും പിന്നെയും പകർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥന അവിടുത്തെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അനുഗ്രഹിച്ചതിനായി നന്ദി. ഈ സ്ഥാനത്തിനായി സ്തോത്രം. രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിച്ച് വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായി ഈ ഭവനത്തോടും ഭവനത്തിലുടമകളായ പ്രിയ കുടുംബാംഗങ്ങളോടും തലമുറകളോടും ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട സകല ദൈവപുത്രന്മാരുടെ മേലും ബന്ധുമിത്രാദികളുടെ മേലും ഓരോ പണിക്കാരുടെ മേലും ദേശക്കാരുടെ മേലും അവിടുത്തെ വരവോളം കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തുതിക്കാം. എന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹമെല്ലാം നിനക്ക് ശ്രദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും നിന്റെ കന്നുകാലിയുടെ പേരും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കഴിക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിത ഈ ഭവനം നമ്മൾ പ്രാർത്ഥിച്ചിവിടെ കത്തിക്കുകയാണ്. ഈ ഭൂമികളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ പകരപ്പെടും. ആർക്കും ഇത് സംബന്ധിച്ച ആപത്തുകളോ അനർത്ഥങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമേറിയായ വിശുദ്ധ പകൽക്കാലത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാ റൂമുകളിലും പ്രാർത്ഥിച്ചതിനെ പ്രതിഷ്ഠിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചല്ലോ. കർത്താവിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഭക്ഷണമെന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. കർത്താവ്, നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ തീ കത്തിക്കുന്നു. എല്ലാ റൂമുകളിലും നല്ല ആഹാരം ഉണ്ടാക്കുവാൻ ദൈവം സഹായിക്കണമേ. ദാരിദ്ര്യ ബുദ്ധിമുട്ടുണ്ടാകാതെ വണ്ണം ദൈവം സമൃദ്ധിയായി കാക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.